വമ്പൻ വരുമാനത്തോടെ കുതിച്ചിരുന്ന ജനപ്രിയ ഓഹരികളായിരുന്നു IRFC. നിക്ഷേപകർക്ക് വമ്പൻ ലാഭം നൽകിയ മൾട്ടിബാഗർ സ്റ്റോക്കായിരുന്നു ഈ റെയിൽവേ കമ്പനിയായ IRFC. ബജറ്റിന് ശേഷം ഈ പൊതുമേഖലാ ഓഹരികളുടെ ശക്തി മൊത്തത്തിൽ നഷ്ടമായിരിക്കുന്നു. ഇത് നിക്ഷേപകർക്കിടയിൽ ഏറെ നിരാശയും സൃഷ്ടിച്ചിട്ടുണ്ട്. IRFC ഓഹരികളിൽ നിന്ന് ലാഭം നേടിയവരെല്ലാം ഓഹരികളുടെ വമ്പൻ കുതിപ്പിനായി കാത്തിരിക്കുന്നു. കുറച്ചു മാസങ്ങളായി നിരവധി പോയിന്റുകൾ ഇടിഞ്ഞിരുന്നു. എങ്കിലും ഇത്രയും വലിയ തകർച്ച ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന IRFC BSEയിലെ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 229 രൂപയിൽ നിന്ന് ഇപ്പോൾ 75% ഇടിഞ്ഞു. 2021 4,633 കോടി രൂപയുടെ IPOയിലൂടെയാണ് IRFC ഓഹരികൾ ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. 30 രൂപയിൽ താഴെ വിലയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഈ ഓഹരി പിന്നീട് 2024 ജൂലൈയിൽ 229 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. കൃത്യമായി പറഞ്ഞാൽ 2024-25 കേന്ദ്ര ബജറ്റ് മുതൽ റെയിൽവേ മേഖല ഓഹരികളുടെ നേട്ടം നഷ്ടമാകാൻ തുടങ്ങി. BSEയിൽ തിങ്കളാഴ്ച റെയിൽവേ പൊതുമേഖല ഓഹരിയിൽ 133 രൂപയ്ക്ക് വ്യാപാരം ആരംഭിച്ചിരുന്നു. പക്ഷേ ഏകദേശം 2% ഓഹരി ഇടിഞ്ഞ് 130 രൂപ എന്ന താഴ്ന്ന നിലയിലെത്തി. ജനപ്രിയ ഓഹരിയായ IRFC കഴിഞ്ഞ കുറേ മാസങ്ങളായി തളർച്ചയിലാണ്. 2025-26 കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് ഓഹരി വിലയിൽ 6%-ലധികം ഇടിവുണ്ടായി എന്നതും പ്രധാനപ്പെട്ടതാണ്. ഓഹരി വില കുതിച്ചുയർന്നതിന് ശേഷം ഏകദേശം 14% വരെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഷെയർ മാർക്കറ്റിലെ മാർക്കറ്റ് അനലിസ്റ്റുകൾ പറഞ്ഞു. നിലവിൽ IRFC ഓഹരികൾ 127-135 രൂപ നിരക്ക് പരീക്ഷിക്കുകയാണ്. ഇതുപോലെ പലതവണ ഈ നിർണായക സോൺ പുനഃപരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സോണിന് താഴെ ലെവലിലേക്ക് ഓഹരി തകർന്നാൽ അത് കൂടുതൽ തകർച്ച സാധ്യതയെ സൂചിപ്പിക്കുന്നു എന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്.